ഇന്ത്യക്ക് ഫ്രാൻസ് റഷ്യയോളം എന്തിനും പോന്ന ഒപ്പം നിൽക്കുന്ന ശക്തിയായി മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി മാക്രോൺ സൗഹൃദം അത്രമേൽ ദൃഢമാണെന്ന് ന്യൂഡൽഹി കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തു. റഷ്യയുമായുള്ള പതിറ്റാണ്ടുകൾ നീണ്ടതാണ് ഇന്ത്യയുടെ സൗഹൃദം എങ്കിൽ ഇതിന് സമാനമായി ഫ്രാൻസിൽ 3 പതിറ്റാണ്ട് നീണ്ട സുഹൃത്ത് ബന്ധത്തിനപ്പുറം ഇന്ത്യ പുതിയതും വിശ്വസനീയമായൊരു സുഹൃത്തിനെ കണ്ടെത്തി എന്നതാണ് നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടം. അങ്ങനെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൗഹൃദം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെ പ്രത്യേകമായ തന്ത്രപരമായ ബന്ധമെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. ഇത് ഇരു രാജ്യങ്ങൾക്കും ശക്തമായൊരു ഘട്ടത്തിൻ്റെ തുടക്കത്തെ വിളിച്ചോതുന്ന ഒന്നാണ്. പ്രതിരോധം, നിർണായകമായ സാങ്കേതികവിദ്യ, ഭൗമ രാഷ്ട്രീയം വരെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഏകോപിതമായ സമീപനമാണ് ഇപ്പോൾ ന്യൂഡൽഹിയിൽ വെച്ച് പ്രകടിപ്പിച്ചത്. മുംബൈയിൽ വെച്ചാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ച ചെയ്തത്. ബംഗളൂരുവിൽ നടന്ന വാർഷിക പ്രതിരോധ സംഭാഷണത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഫ്രഞ്ച് പ്രധാനമന്ത്രിയുമായി രാജ്യത്തെ ആയുധങ്ങളും വിമാനങ്ങളുമായുള്ള ഇടപാട് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി. ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി കാതറിൻ റൗട്ടറുമായുള്ള വാർഷിക സംഭാഷണത്തിൽ രാജ്നാഥ് സിംഗ് റഫേൽ യുദ്ധവിമാനത്തിൻ്റെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാന എഞ്ചിൻ്റെയും മറ്റും പകുതി ഘടകങ്ങൾ മേക്ക് ഇൻ ഇന്ത്യക്ക് കീഴിൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. ഭീകരവാദ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം പൂർണ്ണമായി നിലകൊള്ളുമെന്നൊരു വാഗ്ദാനം ഫ്രാൻസ് വീണ്ടും നൽകിയിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തെയും ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സ്ഫോടനത്തെയുമൊക്കെ സംയുക്ത പ്രസ്താവനയിൽ മാക്രോൺ അപലപിക്കുകയും തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള തീവ്രവാദ ശൃംഖലകളെയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളെയും നേരിടാൻ ലോകരാജ്യങ്ങളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും വീണ്ടും ആഹ്വാനം ചെയ്തു. മുംബൈയിലെത്തിയ ഉടൻ തന്നെ ഇമ്മാനുവൽ മാക്രോൺ തീവ്രവാദത്തിനെതിരായ ഫ്രാൻസിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയാകട്ടെ ഫ്രാൻസിൽ നിന്നുള്ള 26 മറൈൻ റാഫേൽ വിമാനങ്ങൾ ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയാണ്. INS വിക്രാന്തിൽ ഇന്ത്യയുടെ കരുത്താകും ഈ വിമാനങ്ങൾ. ഇതിനൊപ്പം 144 റാഫേൽ ഓംനിറോൾ വിമാനങ്ങൾ കൂടി ഫ്രാൻസിൽ നിന്നും നേടിയെടുക്കാനും ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുക്കാനും ഇരു രാജ്യങ്ങൾ തമ്മിൽ ഏതാണ്ടൊക്കെ ധാരണയുമായിട്ടുണ്ട്. വിമാനങ്ങളുടെ 50% മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽപ്പെടുത്തി ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുക. ഫ്രാൻസിൻ്റെ മാരകമായ ഹാമർ മിസൈൽ ഇനി മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇന്ത്യയിൽ നിർമ്മിക്കും. അത്തരമൊരു കരാറും ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ചെന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനും ഇന്ത്യയുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ബെല്ലും 50-50 പങ്കാളിത്തത്തിൽ ഹാമർ മിസൈൽ വികസിപ്പിക്കാനാണ് തീരുമാനം. റാഫേൽ ജെറ്റുകളുടെ ആ ഇടപാടിനൊപ്പം തന്നെയാണ് ഈ ഹാമറുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടക്കുക. ഹാമർ എന്നാൽ ഹൈലി എജൈൽ മോഡുലാർ മ്യൂണിഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച്, അതിൻ്റെ ചുരുക്കപ്പേരാണ്. അതായത് ദീർഘദൂരമുള്ള ഹൈടെക് സ്മാർട്ട് ബോംബ്. റഫേൽ ജെറ്റിൽ നിന്നും അനായാസന തൊടുത്തു വിടാവുന്ന കൃത്യതയോടെ വായുവിൽ നിന്നും ഭൂമിയിലേക്ക് വിക്ഷേപിക്കാൻ സാധിക്കുന്ന മിസൈലാണിത്. ദൂരപരിധി 70 കിലോമീറ്റർ വരെ. രാത്രിയോ പകലോ എന്നൊരു വ്യത്യാസമൊന്നും ഇതിനില്ല. ഏത് കാലാവസ്ഥയിലും ശത്രുലക്ഷ്യങ്ങളെ കൃത്യമായി തേടിപ്പിടിച്ചത് ആക്രമിച്ചിരിക്കും. ഹാമറിൻ്റെ ഗൈഡൻസ് കിറ്റും പ്രധാന ഘടകങ്ങളുമൊക്കെ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും. ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ആയുധ കരുത്തിനെ ശക്തിപ്പെടുത്തുമെന്നതിൽ ഒരു സംശയമില്ല. ആയിരക്കണക്കിന് കോടി ഡോളറാണ് ഈ പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ദീർഘദൂര XLR വകഭേദങ്ങളും ഹാമർ മിസൈലിൽ ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കും. ഇതുകൂടാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചേർന്ന് കർണാടകയിൽ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ വെർച്വലായി ഉദ്ഘാടനം ചെയ്തത്. ഇതിനായി ഫ്രാൻസിൻ്റെ എയർബസും ഇന്ത്യയുടെ ടാറ്റ സൺസും തമ്മിൽ കരാറും ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ലക്ഷ്യം മേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾ ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്ക് വിറ്റഴിക്കുക എന്ന് തന്നെയാണ്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ ആ സൗഹൃദ ബന്ധം കൂടുതൽ ദൃഢമാക്കി വീണ്ടും ഒരുമിച്ച് നിൽക്കാൻ റഷ്യയെപ്പോലെ തന്നെ ഇന്ത്യക്കൊപ്പം ഒരുമിച്ച് നിൽക്കാൻ ഫ്രാൻസും തയ്യാറായിരിക്കുന്നു.